ഒരുപാട് ചർച്ച ചെയ്ത ഒരു കേസായിരുന്നു പാറശാലയിൽ ഷാരോൺ എന്ന ചെറുപ്പക്കാരനെ വിഷം കൊന്ന ഒരു കേസ്, വിഷം കൊടുത്ത് കൊന്ന കേസ്. അതിൽ പ്രതിയായത് ഗ്രീഷ്മ എന്ന പെൺകുട്ടിയായിരുന്നു. തുടർന്നത് വലിയ ചർച്ചയായിരുന്നു. ഏറെ കോളിളക്കം ഉണ്ടാക്കിയ ഷാരോൺ വധക്കേസിൽ കോടതി ഇന്ന് വിധി പറയുമ്പോൾ ഈ അന്നത്തെ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ വീണ്ടും സജീവമാവുകയാണ്. കഷായത്തിൽ വിഷം കലർത്തി കാമുകനെ ഗ്രീഷ്മ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മറ്റൊരു വിവാഹത്തിനായി ഷാരോണിനെ ഒഴിവാക്കാൻ കൊലപാതകം നടത്തിയെന്നും പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരുന്നു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജ്യൂസ് ചലഞ്ച്, പിന്നീട് കഷായം കുടിപ്പിക്കൽ. പലപ്പോഴായി കാമുകന്റെ ശരീരത്തിലേക്ക് വിഷം പ്രവേശിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം. മറ്റൊരു വിവാഹത്തിനായി കാമുകനെ ഒഴിവാക്കാൻ ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയായിരുന്നു കൊലപാതകം. ഇങ്ങനെ ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ വിചാരണ ഘട്ടത്തിൽ ഉന്നയിച്ചത്. കേസിന്റെ നാൾ വഴി ഇങ്ങനെ: 2022 ഒക്ടോബർ 25 മുരിയങ്കര JP ഹൌസിൽ ജയരാജിന്റെ മകൻ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ BSc റേഡിയോളജി വിദ്യാർത്ഥി 23-കാരൻ JP ഷാരോൺ രാജ് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. സുഹൃത്തായ ഗ്രീഷ്മ എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് നൽകിയ കഷായം, ജ്യൂസ് എന്നിവയാണ് മരണകാരണമെന്ന് ആരോപണം. 14-ാം തീയതി പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് നൽകിയ പാനീയം കഴിച്ച ഉടൻ ഛർദിൽ അനുഭവപ്പെട്ടു. തുടർന്ന് വൃക്കകളുടെയും മറ്റ് ആന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനം മോശമാവുകയും ചെയ്തു. പല ആശുപത്രികളിലും ചികിത്സ തേടിയ ശേഷം 19-ാം തീയതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയെങ്കിലും 25-ാം തീയതി ഷാരോൺ മരിച്ചു. അസ്വാഭാവിക മരണത്തിന് പാറശാല പോലീസ് കേസെടുത്തു. 2022 ഒക്ടോബർ 29 ഷാരോൺ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. 2022 ഒക്ടോബർ 30 സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. കഷായത്തിൽ കീടനാശിനി ചേർത്ത് നൽകിയെന്ന് യുവതി കുറ്റസമ്മതം നടത്തി. 2022 ഒക്ടോബർ 31 ഷാരോണിനെ കളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയ കേസിൽ കേരള അതിർത്തിയിൽ കാരക്കോണത്തിന് സമീപം രാമവർമ്മൻചിറ സ്വദേശി ഗ്രീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിൽ നിന്ന് അണുനാശിനി കുടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗ്രീഷ്മ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പലതവണ അഭ്യർത്ഥിച്ചിട്ടും തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ തിരികെ നൽകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി ഗ്രീഷ്മയുടെ മൊഴി. ഗ്രീഷ്മ 1-ാം പ്രതിയും അമ്മ സിന്ധു 2-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ 3-ാം പ്രതിയും. 2023 മാർച്ച് 6 കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ജനുവരി അവസാന വാരം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് പുറത്ത്. കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി ഗ്രീഷ്മ തന്നെ ചതിച്ചെന്നും താൻ മരിച്ചു പോകുമെന്നും ഷാരോൺ ആശുപത്രിയിൽ തീവ്ര പരിചരണത്തിലായിരുന്നപ്പോൾ കരഞ്ഞു പറഞ്ഞുവെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചാണ് ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം നൽകിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. സൈന്യത്തിൽ ജോലിയുള്ള വ്യക്തിയുമായുള്ള വിവാഹം അടുത്തു വരുന്നതിനിടെയാണ് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത്. 2023 ജൂൺ 2 1-ാം പ്രതി ഗ്രീഷ്മയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. 2024 ഫെബ്രുവരി 22 കേസിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗ്രീഷ്മ ഉൾപ്പെടെയുള്ള പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറിന് മുന്നിലാണ് തെളിവ് വിചാരണ നടന്നത്. 131 സാക്ഷികൾ വിചാരണാ ഘട്ടത്തിൽ കോടതി മുമ്പാകെ എത്തി. കുറ്റകൃത്യം നടന്നത് തമിഴ്നാട്ടിലായതിനാൽ വിചാരണ അവിടെ നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതികളുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. എന്നാൽ വിചാരണ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ തുടരാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പിന്നീട് ഹൈക്കോടതി 3 പ്രതികൾക്കും ജാമ്യം നൽകി. പ്രതികൾ താമസം തമിഴ്നാട്ടിലേക്ക് മാറ്റി. അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ മോശം പെരുമാറ്റത്തെ തുടർന്ന് ഗ്രീഷ്മയെ മറ്റൊരു ജയിലിലേക്ക് ഇതിനിടെ മാറ്റുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ന് ഈ കേസിൽ വിധി വരാനിരിക്കെ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്ക് ലഭിക്കണമെന്ന് ഷാരോണിന്റെ മാതാപിതാക്കൾ. മകന്റെ വേർപാടിന് ശേഷം ഇന്നും ഈ കുടുംബത്തിന് കണ്ണീർ തോർന്നിട്ടില്ല. മകനെ ചതിച്ചു കൊലപ്പെടുത്തിയത് തന്നെയാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഒരാളെ ആത്മാർത്ഥമായി പ്രണയിക്കുക, അന്ധമായി വിശ്വസിക്കുക,
ഷാരോൺ എന്ന ചെറുപ്പക്കാരന് എവിടെയാണ് പിഴച്ചത്? ഷാരോണിൻ്റെ മരണശേഷം ഗ്രീഷ്മയുടെ പ്രതികരണങ്ങളിൽ പോലും ദുഃഖത്തിൻ്റെ ഒരു ചലനവും ഉണ്ടായിരുന്നില്ല. നാളെ കേസിൽ വിധി വരാനിരിക്കെ നമുക്കൊപ്പം ചേരുന്നത് ഷാരോണിൻ്റെ മാതാപിതാക്കളാണ്. ഏത് തരത്തിലുള്ള ഒരു വിധിയാണ് പ്രതീക്ഷിക്കുന്നത്? അവർക്ക് കേസ് നല്ല ശിക്ഷ കിട്ടും, അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഏറ്റവും എന്തൊക്കെ ശിക്ഷ കിട്ടാൻ ഇന്ത്യൻ നിയമം അനുസരിച്ച് എന്ത് ലാസ്റ്റായിട്ട് കിട്ടണോ അത് കിട്ടും എന്നുള്ള ഞങ്ങൾ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഷാരോൺ, ഈ സ്നേഹബന്ധത്തെക്കുറിച്ചൊക്കെ ആദ്യം തന്നെ വീട്ടിൽ പറഞ്ഞിരുന്നു, അറിയാവുന്ന കാര്യമായിരുന്നോ? പറഞ്ഞിരുന്നു. നിങ്ങളും ഇതിനെ പിന്തുണച്ചു ആ സമയത്തൊക്കെ? ഞങ്ങൾക്ക് അങ്ങനെ മക്കളുടെ ഇഷ്ടത്തിന് അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഇഷ്ടക്കുറവുമില്ല. അവർ ഏത് ജാതിയോ മതമോ ഒന്നും ഞങ്ങൾക്കത് പ്രശ്നമില്ല. മകൻ്റെ ഇഷ്ടത്തിനപ്പുറം ഞങ്ങൾക്കൊന്നുമില്ല. മക്കളെ പഠിപ്പിക്കുക, നല്ല രീതിയിൽ പഠിപ്പിക്കുക, നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഇവളുമായിട്ടൊരു ബന്ധം. ഷാരോണിന്റെ ഒരു ആത്മാർത്ഥത ആ ഒരു ഹൃദയത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന് വേണം. അതേ ചെയ്തിട്ടുണ്ട്. അത് അവളും അവളെ അമ്മയും കൂടെ ചേർന്ന് ചെയ്തതാണ്. അവളെ അമ്മയും കൂടെയാണ് ഇവനെ എൻ്റെ മകനെ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അവളുടെ അമ്മയാണ്. ആ സമയത്ത് വന്നത് ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹം വരുന്നുവെന്നും ഷാരോണിനെ ഒഴിവാക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നുള്ള തരത്തിലൊക്കെയാണ് ഏതെങ്കിലും ഒരു സൂചന അന്ന് ഷാരോണിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രവുമല്ല, ഈ കഷായത്തിൽ ഇങ്ങനെ വിഷം ചേർത്ത് കൊടുത്ത ശേഷം അത് ഷാരോൺ പറയുന്നതിൻ്റെ ഒരു കാലതാമസം ഉണ്ടായതും ചികിത്സയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയോ? അതെ, അങ്ങനെ മകൻ കഷായം കൊടുത്തത് പറഞ്ഞു. അതിനകത്ത് എന്ത് ചേർന്നിട്ടുള്ളത് പിന്നെയാണ് മോൻ പറഞ്ഞത്, എൻ്റെ അടുത്താണ് പറഞ്ഞത്. പപ്പ എനിക്ക് എന്തോ മാരകമായ കഷായത്തിൽ എനിക്ക് മാരകമായ എന്തോ ചേർത്ത് എനിക്ക് എൻ്റെ തന്ന് ഞാൻ മരിച്ചു പോകും. പപ്പ എന്നെ മാപ്പാക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് വൈകി ആ സമയത്ത് ഷാരോൺ പഠിക്കുകയായിരുന്നു. അവൻ പഠിക്കുകയായിരുന്നു. അവളെ പിടിച്ചിട്ടും സംസാരിക്കാനൊന്നും ഒന്നുമില്ല. ഈ ഗ്രീഷ്മയുടെ പാരൻസ് എപ്പോഴെങ്കിലും നിങ്ങളോടൊക്കെ ഇതിനു മുമ്പ് സംസാരിക്കുകയോ അങ്ങനെ ഒരു നല്ല സ്നേഹബന്ധത്തിലൊക്കെ ആയിരുന്നോ നേരത്തെ? ഇല്ല, സംസാരിച്ചിട്ടൊന്നുമില്ല. ഷാരോൺ ഒരു ജോലിയൊക്കെ കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയതായിരുന്നല്ലേ? അതെ, ലാസ്റ്റ് ഗ്രേഡായിട്ട് ഇത് സെക്രട്ടറിയേറ്റ് ലാസ്റ്റ് പിയൂൺ ഇതായിട്ട് ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. അപ്പോഴാണ് പിന്നെ ലാസ്റ്റ് ഇത് ഫൈനൽ പരീക്ഷയായി. പിന്നെ അങ്ങനെ പരീക്ഷ കംപ്ലീറ്റ് ചെയ്തു. മോൻ്റെ ഈ സംഭവം നടക്കാനും 15 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു ജയിച്ചതായിട്ട്. വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു? വളരെ ആക്റ്റീവായിട്ട് മകനും ഞങ്ങളൊക്കെ ഭയങ്കര കൂട്ടാണ്. വളരെ ആക്റ്റീവാണ് അവൻ. ഞങ്ങളെ ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും ഒക്കെ കോമഡി പറഞ്ഞ് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എൻ്റെ പൊന്നുമോനാണ്. എപ്പോഴും ചിരിയും കളിയും തന്നെ. ഈ വീടിപ്പം 2 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വേദന വളരെ മാനസിക വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാവരും അച്ഛനും അമ്മയും മക്കളുടെ അടുത്ത് സ്നേഹം തന്നെ ഇല്ലെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷെ അതുപോലെ അല്ല, ഞങ്ങൾ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്ന് സമാധാനമായിട്ടിരിക്കുക. അതായിരുന്നാലും അങ്ങനെ കോടതി കണ്ടെത്തുന്നതനുസരിച്ചുള്ള ഒരു കൃത്യമായ വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് കേരളം പൊതുസമൂഹം മുഴുവൻ വിശ്വസിക്കുന്നത്. സമാധാനമായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അത്രയും സ്നേഹിച്ച് നിങ്ങൾ അത്രയും വളർത്തിക്കൊണ്ടുവന്ന ഒരു മകനെ നഷ്ടമാകുന്നതിൻ്റെ ഒരു നൊമ്പരം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മളുമെല്ലാം ഓരോ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഒരാളിനെ ആത്മാർത്ഥമായി വിശ്വസിച്ച ശേഷം അങ്ങനെ ഒരു ചതി പറ്റിയാൽ അതൊരു പക്ഷേ സത്യസന്ധനുമായിരുന്നു. എല്ലാവർക്കും അവൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ, ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. ആൾക്കാർ അവൻ നല്ല കാര്യങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യും. പല കാര്യങ്ങളും ഈ കേസിൽ സംശയം ജനിപ്പിക്കുന്നതായുണ്ട്. എന്തിനാണ് ഒരു ജ്യൂസ് ചലഞ്ച് വെച്ചത്? എങ്ങനെയാണ് ആ കളനാശിനി അത് ഗ്രീഷ്മയുടെ അമ്മാവൻ വാങ്ങുകയും അത് സമീപത്തെ കുളത്തിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തു? ഈ കേസിൻ്റെ നടത്തിപ്പ് തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന ആവശ്യം പ്രതിഭാഗം നേരത്തെ ഉന്നയിച്ചിരുന്നു. എന്തിനാണ് അത്തരത്തിൽ ആ കേസ് മാറ്റിക്കൊണ്ടുപോകുന്നത്? ഏറ്റവും ഒടുവിൽ താമസം തന്നെ തമിഴ്നാട്ടിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു നിലയുണ്ടായിട്ടുണ്ട്. പല സംശയങ്ങൾ, ദുരൂഹതകൾ ഇതിൽ അവശേഷിക്കുന്നുണ്ട്. ജയിലിൽ പോലും, അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് പോലും പ്രതിയെ പിന്നീട് മറ്റൊരു ജയിലിലേക്ക് മാറ്റേണ്ടി വന്നതിനെക്കുറിച്ച് പറയുന്നത് പ്രതിയുടെ അവിടുത്തെ മോശം സ്വഭാവമായിരുന്നു അതിന് കാരണമായതെന്നതാണ്. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതെല്ലാം പ്രോസിക്യൂഷന് കോടതിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഏറ്റവും മാതൃകാപരമായ ഒരു വിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സന്തോഷ് മണക്കാടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. വിവരങ്ങളുമായി വിനോദ് തന്നെ നേരിട്ട് നമ്മളോടൊപ്പം
ചേരുന്നുണ്ട്. വിനോദ്, ഗുഡ് മോർണിംഗ്. ആ കുടുംബത്തോട് പോയി സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു കൊലപാതകം ഉണ്ടാവുന്നതിനൊക്കെ പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരു തർക്കം, അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു തർക്കമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സ് ആവാം. ഇതൊന്നുമല്ല. ഒരു സുഹൃത്തിനെ വിശ്വസിച്ചു, ആ സുഹൃത്തിനെ സ്നേഹിച്ചു, അതിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു അന്ത്യം ആ ചെറുപ്പക്കാരനുണ്ടായത്, ആ കുട്ടിക്കുണ്ടായത്. അത് ആ വീട്ടുകാരുടെ മനസ്സിൽ നിന്ന് ആ ദുഃഖം മാറുകയുമില്ല. അങ്ങനെ ഒരു വാർത്ത നമ്മുടെയൊക്കെ ഒരു മീഡിയ കരിയറിൽ ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ അധികം കേട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ വിധി വരുമ്പോൾ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. എന്താണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്? ഈ കാര്യങ്ങളെല്ലാം പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഈ പറയുന്ന ഒരുപാട് കഥകളുണ്ട്. ഇപ്പം വിനോദ് പറഞ്ഞു നിർത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ഒക്ടോബർ മുതലാണ് ഈ കേസിന്റെ ഒരു വിചാരണ തുടങ്ങുന്നത്. ഇതിൽ വലിയ വാദപ്രതിവാദങ്ങൾ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ വാദപ്രതിവാദങ്ങൾ നടന്ന ഒരു ഘട്ടമായിരുന്നു ഈ കഴിഞ്ഞുപോയത്. ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ പറയുന്നത് ഗ്രീഷ്മയ്ക്ക് ഒരു വിവാഹാലോചന വരുന്നു, സൈനികനുമായുള്ള വിവാഹാലോചന വരുന്നു. അപ്പോൾ കാമുകനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ നിഷ്ഠൂരമായ കൃത്യം നടത്തി എന്ന നിലയ്ക്കാണ് സാഹചര്യ തെളിവുകൾ പരിശോധിക്കുമ്പോൾ നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് ആ തരത്തിൽ തന്നെയാണ്. പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായ നീക്കങ്ങൾ, ആദ്യം ജ്യൂസിൽ പാരസെറ്റമോൾ ചേർത്ത് നൽകുന്നു എന്ന കാര്യം പുറത്തുവരുന്നു. ഇതെല്ലാം മൊഴിയായി തന്നെ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ച കാര്യങ്ങളാണ്. പാരസെറ്റമോൾ നൽകുന്നു. പിന്നെ പാരാക്വറ്റ് എന്ന കളനാശിനിയാണ് കഷായത്തിൽ കലർത്തി നൽകുന്നത്. അത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇങ്ങനെ കഷായത്തിൽ വിഷം ചേർത്ത് കൊടുക്കുകയായിരുന്നു. അതിന്റെ പ്രവർത്തനം തന്നെ ആന്തരിക അവയവങ്ങൾ അഴുകി ക്രമേണ മരണത്തിലേക്ക് പോകുന്നതാണ്. പെട്ടെന്നുള്ളൊരു മരണമായിരിക്കില്ല. കുറച്ച് സമയമെടുത്ത്, കുറച്ച് ദിവസങ്ങളെടുത്ത് ആന്തരിക അവയവങ്ങൾ അഴുകി മരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇത്. പുല്ല് നശിപ്പിക്കുന്നതിന് വേണ്ടി, അതായത് നമ്മൾ കൃഷിയിടത്തിലൊക്കെ മറ്റ് പുല്ലുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കളനാശിനിയാണ്. അമ്മാവൻ നിർമ്മലകുമാരൻ നായർ വഴിയാണ് ഈ കളനാശിനി ഗ്രീഷ്മ സംഘടിപ്പിക്കുന്നത്. അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മലകുമാരൻ നായർ, ഇവർക്ക് രണ്ടുപേർക്കും ഈ കേസിൽ പങ്കുണ്ട്. രണ്ടുപേരും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. കുറ്റപത്രത്തിലും അക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചിരുന്നത്. 2022 ഈ കൊലപാതകം നടക്കുന്നത്. 2021 ഇവർ പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. പിന്നീട് സൈനികരുമായിട്ടുള്ള ഒരു വിവാഹാലോചന വരുന്നു. ഇതേ തുടർന്ന് ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടി ഗ്രീഷ്മ ഇത്തരം ഒരു നീക്കം നടത്തി എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. അതേസമയം പ്രതിഭാഗം ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നു. ഗ്രീഷ്മയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഷാരോണിന്റെ കൈവശമുണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും നൽകാത്തതിന്റെ വൈരാഗ്യമുണ്ടായിരുന്നു. മാത്രമല്ല, ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി വയ്ക്കുകയും ഇത് ഷാരോൺ എടുത്ത് കുടിക്കുകയും ചെയ്തു എന്നാണ്. മാത്രമല്ല, പോലീസ് കസ്റ്റഡിയിലിരിക്കെ ശുചിമുറിയിൽ വെച്ച് ഇത്തരത്തിൽ തന്നെ അണുനാശിനി, ഈ ടോയ്ലറ്റിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആ അണുനാശിനി ഗ്രീഷ്മ കുടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് അവർ കോടതിയിൽ പറഞ്ഞത്, പ്രതിഭാഗം ഉന്നയിച്ചൊരു കാര്യം ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ട് എന്ന കാര്യമാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ തീർത്തും നമുക്ക് ഒരു സാധാരണ ഒരാൾ പെരുമാറുന്നത് പോലെ, അല്ലെങ്കിൽ ഈ മരണത്തിന് ശേഷം എന്തെങ്കിലും ഒരു വിഷമമോ വേദനയോ ഒന്നും തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നില്ല. തെളിവെടുപ്പിന്റെ സമയത്ത് പോലും ഇപ്പോഴും വ്യക്തിപരമായി എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണ്. വളരെ ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ പോലീസുകാരോടൊക്കെ തമാശ പറഞ്ഞ് നടക്കുന്ന ഒരു ആളെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഗ്രീഷ്മ തമിഴ്നാട്ടിലാണ്. ആദ്യമൊക്കെ ജാമ്യ ഹർജി നൽകിയെങ്കിലും അത് തള്ളിയിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതിനെ തുടർന്ന് തമിഴ്നാട്ടിലേക്ക് പോയി കേരളത്തിലെ താമസം അവസാനിപ്പിച്ചു. ഇടയ്ക്കാകട്ടെ ഈ വിചാരണ നടപടികൾ തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്നൊരാവശ്യം കൂടി പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. പക്ഷെ ആ ആവശ്യം കോടതി തള്ളിക്കളഞ്ഞു. സുപ്രീം കോടതി വരെ അത്തരമൊരാവശ്യവുമായി പോയതാണ്. കേരള പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല. കാരണം ഈ കുറ്റകൃത്യം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്നത് തമിഴ്നാട് മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസ് ഇത് അന്വേഷിക്കണമെന്നും കേരള പോലീസിന് ഇത് അന്വേഷിക്കാൻ കഴിയില്ലെന്നുമുള്ള വാദമൊക്കെ ഉയർത്തിയിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ സുപ്രീം കോടതി വരെ നീണ്ട നിയമപോരാട്ടമാണ്. അത് കോടതി തള്ളിക്കളയുന്ന സാഹചര്യവും
കേരളത്തിൽ തന്നെ ഇതിന്റെ വിചാരണ നടപടികൾ തുടരട്ടെ എന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിലാണ് ഇതിന്റെ വിചാരണ നടപടികൾ നടന്നത്. ഇന്ന് വിധി പറയുന്നതും സെഷൻസ് കോടതിയാണ്. ഒരുപക്ഷെ ഇന്ന് വിധി പറഞ്ഞാൽ കുറ്റക്കാരിയാണോ അല്ലയോ എന്നുള്ള കാര്യമായിരിക്കും ഒരുപക്ഷെ പറയുക. അതിനുശേഷമായിരിക്കും ശിക്ഷ എന്തെന്നുള്ളത് വിധിക്കുക. അല്ലെങ്കിൽ ഇന്ന് തന്നെ കുറ്റക്കാരിയാണെന്ന് പറയുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഏതായാലും മനസാക്ഷിയെ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഏറെ വിവാദമായ ഷാരോൺ കൊലപാതക കേസിലാണ് ഇന്ന് കോടതി വിധി പറയുന്നത്. ഒന്നാം പ്രതി ഷാരോണിന്റെ പെൺസുഹൃത്ത് ഗ്രീഷ്മയുടെ അമ്മാവൻ ഇവരാണ് ഈ കേസിലെ പ്രതികൾ. എന്താണ് കോടതി വിധി ഉണ്ടാവുക എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കുടുംബം.